ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഒരു ചെറിയ പരീക്ഷ നടത്താൻ പോയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇത് എൻ്റെ മുന്നിൽ കുറച്ച് ബുക്സ് ഉണ്ട്, 10 പുസ്തകമുണ്ട്. പിന്നെ ഒരു പേപ്പർ ബാഗ് ഉണ്ട്. ഞാൻ ഈ പുസ്തകങ്ങൾ ഈ പേപ്പർ ബാഗിൽ ഇടുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാണ് എനിക്കിത് എത്ര നേരം ഇങ്ങനെ എൻ്റെ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ പറ്റും നോക്കുകയാണ്. ഓക്കെ, ലെറ്റ് മി ട്രൈ. ഓക്കെ, കനമുണ്ട് കേട്ടോ ഇതിന്. 1 2 3 4 5 6 7 8 9 10. ഒരു 7 ആയപ്പോഴേക്കും എൻ്റെ കൈ വറക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടായിരിക്കും. നമുക്കിങ്ങനെ കനം കൂടുന്ന നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ താഴെ വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൈ ടയർഡായി പോകും, കൈ എക്സോസ്റ്റഡ് ആയി പോകും, കൈ കഴിച്ചു പോകും, ഇല്ലേ? അപ്പോൾ നമ്മൾ താഴെ വയ്ക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന 10 പുസ്തകമാണല്ലോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ബേർഡനാണ്, ഇതിനേക്കാളും കൂടുതൽ കനമാണ്. അത് നിങ്ങൾക്കിങ്ങനെ താങ്ങാൻ പറ്റില്ല. യു വിൽ ഗെറ്റ് ടയേർഡ്, യു വിൽ ഗെറ്റ് ഈസിലി ടയേർഡ്. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ക്ലാസ് ഉണ്ട്, പ്രോജക്റ്റുകളുണ്ട്, എക്സാംസ് ഉണ്ട്, ആൻഡ് വി ഗെറ്റ് എക്സോസ്റ്റഡ്. പറ്റില്ല എന്ന് പറയാം, നമ്മൾ തളർന്നു പോകും, അല്ലേ? നമ്മൾ തളർന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ തളർന്നു പോകുമ്പോൾ വി നീഡ് റെസ്റ്റ്. നമുക്കൊരു വിശ്രമം വേണം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ നമ്മളെ വിളിക്കുന്നതിനാണ്. ഓൾ ഓഫ് യു ഹു ആർ വെറി ആൻഡ് ബർഡൻഡ്, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. കം ടു മീ ഓൾ ദിസ് വിയറി ആൻഡ് ബേർഡൻഡ്. നിങ്ങൾ ഭാരമൊക്കെ എടുത്ത് നിങ്ങളിങ്ങനെ തളർന്നിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വാ. കം ടു മീ, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് നൽകാമെന്ന് ഈശോ പറയുന്നത്. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേപോലെയുള്ള ബുദ്ധിയൊന്നുമില്ല. കുറേ ആൾക്കാർ കുറേ അധികം എഫേർട്ട് എടുക്കേണ്ടി വരും, കുറേ അധികം സമയം എടുക്കേണ്ടി വരും. ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആസ്ക് ഹെൽപ്പ്. ആരുടെ ഹെൽപ്പ് ചോദിക്കണം? ഈശോയുടെ ഹെൽപ്പ് ചോദിക്കണം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും തുടങ്ങുന്നത്. നിങ്ങളുടെ സ്റ്റഡി റൂം ഉണ്ടല്ലോ, നിങ്ങളുടെ സ്റ്റഡി റൂം തന്നെ ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ ചേർച്ച്. ഒരു പ്രാർത്ഥനാ മുറി പോലെ, ഒരു പള്ളി പോലെ ആവണം. അത്രയും വിശുദ്ധമായിട്ടാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഇടം നിങ്ങൾ വയ്ക്കേണ്ടത്. കാരണം അറിവ് ദൈവമാണ്, നമ്മൾ ദൈവത്തിന് സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് വേണം. നിങ്ങളൊന്ന് കുരിശ് വരച്ച് നന്നായി പ്രാർത്ഥിച്ച് ആത്മാവിനൊക്കെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നത് എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഇറ്റ് വിൽ ഈസിലി ഗെറ്റ് ഇൻ ടു യുവർ ഹെഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ തലയിൽ കയറും. കാരണം എന്താ? ദൈവമുണ്ട് നിങ്ങളെ സഹായിക്കാൻ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സഹായം തേടില്ല. ഒറ്റക്കങ്ങ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയർഡായി പോവും, നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയി പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സഹായം തേടണം. ഒരപ്പനും മോനെ, ഒരു 4-5 പഠിക്കുന്നൊരു പയ്യനാണ്. അപ്പനും മോനും കൂടി ഇങ്ങനെ നടക്കാൻ പോകും, എല്ലാ രാവിലെ ജോഗിങ്ങിന് പോകും. ഒരു വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഫോറസ്റ്റ് പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെയാണ് ഇവർ പോകുന്നത്. ഒരു ദിവസം ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ കാണുന്നു ഒരു മരത്തിൻ്റെ ട്രങ്ക്, ഒരു മരത്തിൻ്റെ ശാഖ താഴെ വീണ് കിടപ്പുണ്ട്. അത്യാവശ്യം വണ്ണമുള്ളൊരു മരമാണ്. അപ്പോൾ അപ്പം പറയും, വാടാ നമുക്കിത് മാറ്റിയിടാന്ന് പറയുമ്പോൾ മോൻ പറയും, അപ്പോൾ ഇതെനിക്ക് ഒറ്റക്കെടുത്ത് മാറ്റാൻ പറ്റും? അപ്പം പറയാം, ഒറ്റക്കെടുത്ത് മാറ്റാൻ പറ്റും. എൻ്റെ ഇതുകൊണ്ട് കരുത്തുകൊണ്ട് പറ്റുമോ? നിനക്ക് പറ്റും, പക്ഷെ നീ നിൻ്റെ സ്ട്രെങ്ത് മുഴുവൻ ഉപയോഗിക്കണം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ വലിയ ഒരു മരത്തടി എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. ഇവിടെ ഒന്നും കൂടെ അനങ്ങണില്ല. അപ്പം പറയണ, നീ നിന്റെ മുഴുവൻ സ്ട്രെങ്ത് ഉപയോഗിക്കുക, കമോൺ ട്രൈ. അവൻ വീണ്ടും നോക്കണ്ട്, അവൻ വീണ്ടും പരിശ്രമിക്കും, ഫുൾ സ്ട്രെങ്ത് ഇട്ട് ഫുൾ പവർ ഇട്ട് നോക്കിയിട്ടും പൊക്കാൻ പറ്റുന്നില്ല. അവൻ എക്സോസ്റ്റഡ് ആയി. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പം ഞാൻ തോറ്റുപോയിപ്പാ. അപ്പോൾ അപ്പം പറയണ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സഹായം, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ? നീ എന്താ എന്നോട് സഹായം ചോദിക്കാഞ്ഞേ? നീ എന്നോട് എന്താ സഹായം ചോദിക്കാഞ്ഞേ? ഒരു മനുഷ്യൻ്റെ ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആസ്കിങ് ഹെൽപ്പാണ്. ആസ്കിങ് ഹെൽപ്പ് ഈസ് നോട്ട് ഗിവിങ് അപ്പ്, ഇറ്റ് ഈസ് എ റിഫ്യൂസൽ ടു ഗീവ് അപ്പ് എന്ന് പറയാം. നമ്മളൊരാളോട് സഹായം ചോദിക്കുന്നതേ അതൊരു തോൽവിയൊന്നുമല്ല, എനിക്ക് തോക്കാൻ മനസ്സില്ലെന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് നിങ്ങളോട് പറയാണ്, നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളിങ്ങനെ കുറേ പഠിച്ച് അല്ലെങ്കിൽ പരീക്ഷയൊക്കെ എഴുതി നിങ്ങൾ തളർന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വാ. കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. നമ്മൾ ഈശോയുടെ ഒപ്പം ഇരുന്ന് പഠിക്കാനാണ് പറയുന്നത്. ഈശോയോട് നമ്മൾ സഹായം ചോദിക്കണം, ഹെൽപ്പ് ചോദിക്കണം. ഹെൽപ്പ് ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്.
നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മക്കളെ, ആസ്ക് ഹെൽപ്പ്, പ്രേ വിത്ത് ഗോഡ്. ഈശോയോട് കൂടെ നിന്ന് പഠിക്കുക. നമുക്ക് വിശ്രമം കിട്ടും. നമ്മൾ കുറേയും കൂടി എനർജറ്റിക്കാവും. എല്ലാവർക്കും ഹാപ്പി സൺഡേ.